ലെറ്റർ വായിച്ചു കാണോ? നീന നേരത്തെ എത്തിയോ? അളി വന്നായിരുന്നോ? വണ്ടി പോകുന്നുണ്ടോ? ആ, ഇന്ന് ഉച്ചയ്ക്ക് വന്നായിരുന്നു. എന്തുപറ്റി? ഒന്നുമില്ല, വെറുതെ വന്നതാ. വന്ന് വന്ന് ചെമ്പകശ്ശേരി ഇപ്പൊ അത്ഭുതങ്ങളുടെ കുംഭഭരണിയാണല്ലോ. മുഖം എന്താ വാടിയിരിക്കുന്ന? കൊണ്ടുപോയ ചപ്പാത്തി ഒന്നും കഴിച്ചില്ലേ? കഴിച്ചു. മുഴുവനും കഴിച്ചോ? മുഴുവൻ കഴിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. സ്വാദും ഉണ്ടായിരുന്നു. ക്ലാരമ്മ ഉണ്ടാക്കിയ കറിയല്ലേ? എവിടെ പാത്രം നോക്കട്ടെ, എടുത്ത്. എവിടെ? ഭക്ഷണ കാര്യത്തിലേ നീ നല്ല കള്ളനാ. നോക്കട്ടെ. ആഹാ, തുറന്ന് നോക്കട്ടെ. ആഹാ, നോക്ക്, കഴിച്ചോന്നു. മുഴുവനും കഴിച്ചല്ലോ. ഇപ്പൊ ബോധ്യല്ലേ ഞാൻ മുഴുവൻ കഴിച്ചെന്ന്? എന്തു പറ്റി? പതിവില്ലാതെ മുഴുവനും കഴിച്ചല്ലോ. ഞാൻ കള്ളം പറയാന്ന് മനസ്സിലായില്ലേ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേടാ. ചെല്ല്, പൂജ അവിടെ നോക്കിയിരിപ്പുണ്ടാവും. പൂജയുടെ കാര്യം പറഞ്ഞപ്പോ മുത്തശ്ശി അവന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? എന്താടി? അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടല്ലേ? ഒരു പ്രശ്നവും ഇല്ല. നീ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാ മതി. എങ്കിലും അതെ, ഒരു മറുപടി പോലും താൻ എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ആ ടിഫിൻ ബോക്സ് നോക്കിയിരിക്കായിരുന്നു ഞാൻ ഇതുവരെ. ഇത്രയ്ക്ക് അകലാനും മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു വാക്കെങ്കിലും എനിക്ക് പറയാറുണ്ട്. കഴിഞ്ഞതൊക്കെ മറക്കാം. എന്നോട് പിണക്കില്ല. എന്തുപറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ഭാവം വല്ലതും വേണോ? വേണ്ട, ഒന്നുറങ്ങിയാൽ മാറും.
പറയായിരുന്നു എനിക്ക് തന്നോട് പിണക്കില്ലെന്ന്. തന്റെ കുറിപ്പ് വായിച്ച് ഞാൻ കരഞ്ഞു പോയിന്ന്. താനാ ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ കഴിച്ചായിരുന്നോ? വയറ് നിറയെ കഴിച്ചു. പിന്നെ ബാക്കി വന്നത് മുത്തശ്ശിക്കും ഗോമതി ചേച്ചിക്കും കൊടുത്തു. മുത്തശ്ശി അത് പൂജയ്ക്ക് കൊടുത്തു കാണുമെന്നാ എന്റെ സംശയം. കൊടുക്കട്ടെ. ഏതായാലും മോള് കൊടുത്തില്ലല്ലോ, അത് മതി. എന്തു പറ്റി പെട്ടെന്ന് അവളോടൊരു ദേഷ്യം? അല്ല, അത് പെട്ടെന്നൊന്നുമല്ല. മോൾക്ക് ഇഷ്ടമില്ലാത്ത ആരും എനിക്കിഷ്ടമല്ല. അല്ല, എന്നിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ ഇവിടെ കാണിച്ചോണ്ടിരുന്നേ. അത് പിന്നെ ചുമ്മാ ഒരു നമ്പറല്ലേ. എന്നല്ലേ മേൽ ഇനി അങ്ങനത്തെ നമ്പറൊന്നും വേണ്ട. ഇല്ല ഇല്ല, മോള് പറഞ്ഞാ മതി. സത്യം. ബാക്കി നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ദത്തേട്ടാ, പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ ദത്തേട്ട സത്യം പറയോ? എന്റെ ആമിക്കുട്ടിയോട് ഞാൻ ഇന്നുവരെ കള്ളം പറഞ്ഞിട്ടുണ്ടോ? അതില്ല. എന്നാ പിന്നെ ധൈര്യമായിട്ട് ചോദിച്ചോ. ചോദിക്കട്ടെ. ഈ ആണുങ്ങളൊക്കെ ചെളി കണ്ട ചവിട്ടും വെള്ളം കണ്ട കഴുകുന്ന് പറയുന്ന സത്യാണോ? എന്തോന്നു? അല്ല, ഈ ആണുങ്ങളൊക്കെ. മനസ്സിലായി. ഇത് ആര് പറഞ്ഞേ? നിന്റെ ലീഗൽ അഡ്വൈസർ ചെമ്പകശ്ശേരി ഗോമതിയോ? അല്ല. അല്ലെങ്കിലും കൊള്ളാം, ആണെങ്കിലും കൊള്ളാം. ഇമാതിരി ചോദ്യങ്ങൾ മേലെ ഇനി എന്നോട് ചോദിച്ചോണ്ടല്ലോ. എടി ആമി, ഇവിടെ എടി, ഈ വീട്ടിൽ തീർത്തുള്ളപ്പോ ആരെങ്കിലും വഴിയിൽ ചെളി ചവിട്ടാൻ പോവോ? അപ്പൊ പിന്നെ വെള്ളം കാണുമ്പോ കഴുകേണ്ട ആവശ്യം ദത്തേട്ടനുണ്ടോ? അതില്ല. എന്നാ പിന്നെ മര്യാദക്ക് എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യോ, അപ്പൊ ദത്തേട്ടൊന്നും കഴിക്കുന്നില്ലേ? വയറ് നിറഞ്ഞല്ലോ. എന്താ? അല്ല, വിശപ്പില്ല എന്ന് പറഞ്ഞതാ. നീ ആയിട്ടാണെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കാം. അതേ, നാളെ ഉണ്ടാവോ കത്ത്? എന്താ? ഒന്നുമില്ല, നീ ഒന്ന് കിടക്ക്. വാ.